ഹലോ ഫ്രണ്ട്സ്, 10th ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് വീണ്ടും അവസരം PSC നൽകുന്നു. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. PSCയുടെ പ്രസ് റിലീസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ 10th പ്രിലിംസ്, അതായത് 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ 18/7/2026 നമ്മുടെ 2 ഘട്ടം നടന്ന പരീക്ഷയും അതോടൊപ്പം തന്നെ 1/8 ഘട്ടം നടന്ന പരീക്ഷയും അതുപോലെ തന്നെ 1/8/2026 തീയതിയിൽ നടന്ന 3ഉം 4ഉം ഘട്ടങ്ങളിലേക്കുള്ള പരീക്ഷയ്ക്ക് ചുവടെ പറയുന്ന കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ ഇരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ PSC ഓഫീസിൽ നോട്ട് ചെയ്തോണേ. അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതുന്നുള്ള ആ നിങ്ങളുടെ ജില്ലയിലുള്ള PSC ഓഫീസിൽ വ്യക്തമായിട്ടുള്ള രേഖകൾ, അത് എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തതെന്നുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ല ഒഴികെ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ല ഒഴികെ ബാക്കിയുള്ള ജില്ലാ PSC ഓഫീസിലുമാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകുന്ന പക്ഷം 22/8/2026 തീയതി രാവിലെ 10:30 മുതൽ 12:05 വരെ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. അപ്പൊ 22/8/2026 ആ തീയതിയിൽ ഈ ഒരു പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നതായിരിക്കും കേട്ടോ. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ബാക്കി ജില്ലയിലുള്ളവര് ആ ജില്ലാ ഓഫീസിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എന്നിരുന്നാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിൽ, അതായത് PSCയുടെ ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ ലഭ്യമാക്കേണ്ടതാണ് കേട്ടോ. EF വിഭാഗത്തിലാണ് ലഭ്യമാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, തപാൽ അഥവാ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നേരിട്ട് തന്നെ ഈ ഒരു അപേക്ഷയ്ക്ക് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇമെയിലും തപാൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് PSC പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/8/2026, അതായത് ഇന്നു മുതൽ 7/8/2026 തീയതി വൈകുന്നേരം 5:15 മണി വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 7/8/2026 തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്ന് PSC പറയുന്നുണ്ട്. അപ്പോൾ 7/8/2026 വരെ ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള PSC ഓഫീസ് കേന്ദ്രത്തിൽ അപേക്ഷ നൽകേണ്ടതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 3/8/2026 തീയതിക്ക് മുമ്പ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല എന്നും PSC പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കേണ്ടതില്ല. ഇപ്പൊ 3/8 ആയല്ലോ. അപ്പൊ അപ്രകാരം അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ നിഷ്കർഷിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം അപേക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപേക്ഷയോടൊപ്പം 18/7/2026 1/8/2026 തീയതിയിലെ പരീക്ഷയ്ക്കായി ലഭ്യമായ അഡ്മിഷൻ ടിക്കറ്റും സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് അതായത് ആദ്യഘട്ടമാണോ അതോ 3ഓ 4ഓ ഘട്ടമാണോ പരീക്ഷ നടന്നതെന്നുള്ളതിന്റെ നമ്മുടെ ആ ഹാൾ ടിക്കറ്റും ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പിന്നെ എന്തൊക്കെ കാരണങ്ങളാണ് സ്വീകാര്യമായിട്ടുള്ള കാരണങ്ങൾ PSC പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സ്വീകാര്യമായിട്ടുള്ള കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ അടുത്ത പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ എന്താണെന്ന് നോക്കാം. PSC പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തിയ പരീക്ഷയുണ്ടായിരുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് അഥവാ പരീക്ഷ തെളിയിക്കുന്നത് ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ്. അതായത് നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷ നടന്നിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി എക്സാംസ് വല്ലതും ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എക്സാംസ് നിങ്ങൾ എഴുതിയതിന്റെ ഹാൾ ടിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. ആക്സിഡന്റ് പറ്റി ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ എന്നിവർ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയതിന്റെ അസുഖ വിവരങ്ങൾ അടങ്ങിയ ചികിത്സാ രേഖകൾ അഥവാ OP ടിക്കറ്റും അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി എക്സെട്ര കേട്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഉൾപ്പെടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ സ്വീകരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തോണേ, നമ്മുടെ മെഡിക്കലായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ OP ടിക്കറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി, പിന്നെ അതിനോടൊപ്പം തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കേട്ടോ, നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു കാരണമായിട്ട് വരുന്നത് പ്രസവ സംബന്ധമായ അസുഖങ്ങളിൽ ചികിത്സ ഉള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സമ്മറി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. പിന്നെ അടുത്തൊരു കാരണം, പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഈ പരീക്ഷ നടന്ന ദിവസം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ വിവാഹം നടന്നതിൻ്റെതായിട്ടുള്ള നിങ്ങൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ അത് സ്വീകരിക്കുന്നതാണെന്നാണ് PSC പറയുന്നത്. പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ സ്വീകരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതോടെ നോട്ട് ചെയ്തോണേ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം കേട്ടോ, നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ് ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണ കാരണം ആണ് പരീക്ഷ എഴുതാൻ പറ്റാതെ ഇരുന്നതിനുള്ളതിന് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഹാജരാക്കിയാൽ നിങ്ങൾക്ക്
അപേക്ഷിച്ചാൽ അത് സ്വീകരിക്കുന്നതാണെന്നാണ് PSC പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 1/8/2026 തീയതിയിൽ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അതായത് 1/8/2026 തീയതിയിലെ പരീക്ഷയ്ക്കായി ലഭ്യമായ അഡ്മിഷൻ ടിക്കറ്റും സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അപേക്ഷ കൊടുക്കുമ്പോൾ എന്താണ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നമ്മുടെ 3ഉം 4ഉം ഘട്ടം നടന്ന പരീക്ഷകളിലെ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അപ്പൊ അപേക്ഷയിൽ അഡ്മിഷൻ ടിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് PSC പറയുന്ന കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു കാരണങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാതെ ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പൊ അടുത്ത ഘട്ടം പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക, 22 നടക്കുന്ന പരീക്ഷയ്ക്ക് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക നമ്മുടെ ഈ ഒരു PDF ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക. ആരോഗ്യ കാരണങ്ങളാൽ ഉള്ളവരാണെങ്കിൽ അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ടെലഗ്രാം ചാനൽ ഞാൻ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും സംശയങ്ങളുണ്ടെങ്കിലും രേഖപ്പെടുത്താനും എനിക്കറിയാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളും ഒക്കെ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. താങ്ക് യു.